ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയപരിധി അടുത്തിരിക്കെ നടപടികൾ വേഗത്തിലാക്കാൻ SIT ദേവസ്വം വിജിലൻസ് SP-യിൽ നിന്നടക്കം ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടായേക്കും. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കാര്യമായ വിവരങ്ങൾ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനും ഉടൻ സാധ്യതയുണ്ട്. ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ്, അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നടപടികൾ നിർബന്ധിതമായി തന്നെ നീക്കേണ്ട സാഹചര്യത്തിലേക്ക് SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണം ആരംഭിച്ച് ഇന്നിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓരോ 10 ദിവസം കൂടുമ്പോഴും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT നൽകേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ 5 ദിവസം മാത്രമാണ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത്. ആ 5 ദിവസത്തിനുള്ളിൽ ദ്രുതഗതിയിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുൻപിലേക്ക് നൽകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ, ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ SIT പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു. ഓഫീസിൽ പോയി ചില വിവരങ്ങൾ തേടിയിരുന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണം ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കാര്യമായ വിവരങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി നിർണായകമായിട്ടുള്ള 2 റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ള ദേവസ്വം വിജിലൻസ് SP-യിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. 2 തവണ, അതായത് കഴിഞ്ഞ ദിവസവും ഇന്നലെയും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വന്ന് പരിശോധിക്കുകയും ദേവസ്വം SP-യുമായി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംസാരിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൂശാനുള്ള അനുമതി കൊടുക്കുകയും അതിന് ദ്രുതഗതിയിൽ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിട്ടുള്ളത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. കൂടാതെ തന്നെ ഈ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നതിന് മുൻപ് അതിൽ ക്രമവിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. സ്വർണം മാറ്റുന്നത് അടക്കമുള്ള നടപടികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ മുന്നിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് കാര്യമായ വ്യക്തത ഈ കാര്യത്തിൽ വരുത്തിയതിനു ശേഷം ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കും ചോദ്യം ചെയ്യലിലേക്കും കടക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ SIT എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യം, തെളിവുകൾ അടക്കം അവിടെ നിന്ന്, അതായത് അവിടെ സ്വർണം എത്തിച്ചതിന് ശേഷം അതിൽ സ്വർണം പൂശിയതിനോ അതുമായി ബന്ധപ്പെട്ട് തിരികെ നൽകിയതുമായി ബന്ധപ്പെട്ടോ കാര്യമായ ഡോക്യുമെന്റ്സ് അവിടെ ഇല്ല എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ആ ഡോക്യുമെന്റ്സുകളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയടക്കമുള്ളവർ അന്വേഷണ പരിധിയിലാണ്. അദ്ദേഹത്തിനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം 8 പേരെയും ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ടുള്ള ഒരു വ്യക്തത തേടലിനാണ് ദേവസ്വം വിജിലൻസിന്റെ അരികിലേക്ക്, വിജിലൻസ് SP-യുടെ അരികിലേക്ക് ഇന്നലെയും SIT സംഘം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനടി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ശബരിമലയിലെ സ്വർണം അവിടെ നിന്നും കടത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിട്ടുള്ളത്. ആ ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറിൽ നടക്കാനുള്ള സാധ്യതകൾ തെളിയുന്നത്. എന്തായാലും കടുത്ത നടപടികളിലേക്കും ഒപ്പം തന്നെ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്കും SIT കടക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം, പ്രത്യേക നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തുടരുന്ന ഒരു പശ്ചാത്തലം, ഈ ഘട്ടത്തിലാണ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പുറത്ത് നടക്കുകയാണ്. ഇന്നിപ്പോൾ മഹിളാ മോർച്ച അടക്കമുള്ള സംഘടനകൾ, BJP അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ടൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്, അന്വേഷണ സംഘവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നുണ്ട്. അതേസമയം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങൾ SIT നടത്തുന്ന പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്കും നടപടികളിലേക്കും ഒന്നാം പ്രതിയായ 2 FIR-ലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് ദേവസ്വത്തിലെ മുൻ ജീവനക്കാരടക്കമുള്ളവർ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയപരിധി അടുത്തിരിക്കെ നടപടികൾ വേഗത്തിലാക്കാനാണ് SITയുടെ തീരുമാനം. ദേവസ്വം വിജിലൻസ് SP-യിൽ നിന്നടക്കം ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടായേക്കും. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനും ഉടൻ സാധ്യതയുണ്ട്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.